മാർക്കറ്റിൽ ഒരുപാട് ആൻഡ്രോയിഡ് സ്ക്രീനുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇതൊരു സ്വിഫ്റ്റ് 2023 മോഡൽ. അപ്പൊ ഇതിൽ ഏകദേശം ഈ ഒരു സ്ക്രീൻ വെച്ചിട്ട് ഒരു 1.5 വർഷത്തിന് മുകളിലായി. ആൻഡ്രോയിഡ് സ്ക്രീൻ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇതൊരു സെക്കൻഡ് വേരിയന്റ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ ക്യാമറ ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് റിവേഴ്സ് ക്യാമറ വേണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വേണ്ടതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പൊ നമ്മുടെ വിഷയമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുള്ളൂ. നമുക്ക് എത്രത്തോളം ഈ ഒരു പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ആൻഡ്രോയിഡ് സ്ക്രീനുകൾ നമുക്ക് കിട്ടാനുണ്ട്. പല പ്രൈസിന്റെതും പല വേരിയന്റ് പല എന്താ പറയാ ഒരുപാട് ഐറ്റംസുകൾ. അപ്പൊ അതൊക്കെ ഒരു കമ്പനി പറയുന്ന കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് 1-2 കാര്യം വെച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ഉണ്ട്, നിങ്ങൾക്കും അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള 1-2 സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽ കാര്യം വേണ്ട DM ചെയ്താൽ ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി റാം വേർഷൻ GPU CPU അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് മാത്രമല്ല പ്ലേ സ്റ്റോറിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് അവൈലബിലിറ്റി ആണ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് നോക്കുന്ന എടുത്താണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ് CPU സിസ്റ്റം എന്നൊക്കെ കാണുന്നുണ്ട്. അതിൽ സിസ്റ്റം എന്നുള്ളതിൽ ടോട്ടൽ റാം 4GB ടോട്ടൽ ഇന്റേണൽ മെമ്മറി 64. ഇതിന്റെ ജെനുവൻ ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 64GB ഇന്റേണൽ മെമ്മറിയും 4GB റാം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും OS കണ്ടോ, OS വേർഷൻ ആൻഡ്രോയിഡ് 10 എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ജെന്യുവിൻ ആണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഇത് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോന്റെ സെറ്റിംഗ്സ് അബൌട്ട് കാർ ഡിവൈസ് എന്ന് പറയുന്നതിൽ പോയി നോക്കിയാൽ ഇതിലും റാം 4GB റോം 64 എന്നാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൻ പറ്റും ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ് ഇത് പറയുന്നത്. ഓക്കെ, അഗൈൻ ആൻഡ്രോയിഡ് വേർഷൻ 13. ഇത് ജെനുവിൻ അല്ല എന്ന് വെച്ചാൽ ഇതിന്റെ ഹാർഡ്വെയർ പരമായിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ സോഫ്റ്റ്വെയർ ഈ ആൻഡ്രോയിഡ് 10 ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കും ചില സോഫ്റ്റ്വെയർ വെച്ചിട്ട് അതും തന്നെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് 13 14 15 അല്ലെങ്കിൽ റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ. പിന്നെ വേറെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടത് ഞാൻ പറഞ്ഞ ഏകദേശം 1.5 വർഷത്തിന് മുകളിൽ അയച്ചിട്ട് ഇപ്പൊ ഇവിടെ കണ്ടത് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പൊ ഇവിടെ ഗൂഗിൾ സർവീസിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഏറ്റവും അപ്ഡേഷൻ ഓൾറെഡി ഇന്റർനെറ്റ് വൈഫൈ എല്ലാം കണക്ഷൻ ആണ്. കണ്ടോ, അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്ഡേഷൻ കൊടുത്തു. ജസ്റ്റ് ഒന്ന് 0% ആയി 1% ഫുൾ അതിന്റെ ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. യെസ്, ഇത് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ എന്ന് ഇവിടെ കാണിച്ചു. അതിന്റെ ശേഷം വന്ന ഒരു പോപ്പപ്പ് ആണിത്, കനോട്ട് ഇൻസ്റ്റാൾ ഗൂഗിൾ പ്ലേ സർവീസ്. കണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോഫ്റ്റ്വെയർ പരമായിട്ട് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ വരുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ജെനുവിൻ സോഫ്റ്റ്വെയറുകളല്ല ഇതാണ് ഇതിന്റെ ഒറിജിനൽ ആൻഡ്രോയിഡ് 10. ഇപ്പൊ ഏകദേശം എനിക്കറിയില്ല ആൻഡ്രോയിഡിൽ ഏതൊക്കെ വേർഷൻ വന്നു എന്നുള്ളത്. പക്ഷെ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുന്നുള്ള വേർഷനുകളാണ്. അപ്പൊ അതിന്റെ ഒക്കെ സോഫ്റ്റ്വെയർ ഗൂഗിള് ഈവൻ ഇത് അവിടെ നോക്കി വരാൻ പറ്റും. സെക്യൂരിറ്റി പാച്ച് കാണിച്ചതുകൊണ്ടോ 2019 ഇതിന്റെ സെക്യൂരിറ്റി പാച്ച് അവസാനമായിട്ട് 12/5 ലാസ്റ്റ് വന്നത്. അപ്പൊ ഇത്രയും പഴയൊരു സെക്യൂരിറ്റി പാച്ചാണ്. 2019 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 6 വർഷത്തിന് മുകളിലായി ഇതിന്റെ സെക്യൂരിറ്റി പാച്ച് ഒക്കെ വന്നിട്ട്. അപ്പൊ അത്രയും പഴക്കമുള്ള സോഫ്റ്റ്വെയറുകളാണ് ഇതിനൊക്കെ വരുന്നത്. ഇത് ഞാൻ ഇതിന്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ പരമായിട്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാ സ്ക്രീനുകളെയും പറ്റിയിട്ടല്ല പറയുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വലിയൊരു ഹ്യൂജ് പെർസെന്റേജ് സ്ക്രീനുകളെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ബ്രാൻഡുകൾ ജെന്യുവൻ ആയിട്ട് അവൈലബിലിറ്റി ആണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള എമൗണ്ട് അതിന് കൊടുക്കണം. അതെല്ലാം ചൈന പ്രൊഡക്റ്റ് ആണ്. ചൈനയിൽ നിന്ന് മെയ്ഡ് ചെയ്യുന്നവര്, പിന്നെ അത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചെയ്യുന്നവര്, ഇന്ത്യയിൽ എത്തുന്നവര്, ഇന്ത്യയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഷോപ്പുകൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഓരോ പാർട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിൽ എത്തുന്നത്. അപ്പൊ അവരൊക്കെ ഇതിൻ്റെതായിട്ട് പ്രോഫിറ്റ് എടുത്ത് ചെയ്യുന്നവരാണ്, ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ. ഇന്നിപ്പോ മാർക്കറ്റ് കിട്ടുന്ന ഒരുപാട് കമ്പനികളും ജസ്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് ബോക്സിൽ നിങ്ങൾ നോക്കുക, അവരെ കമ്പനി മെയ്ഡ് ചെയ്ത കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടോ, അവരെ വെബ്സൈറ്റ് ഉണ്ടോ, അവരെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഈവൻ അതൊന്നും വേണ്ട, ആ ബ്രാൻഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒഫീഷ്യലായിട്ട് അവരെ വെബ്സൈറ്റ് ഉണ്ടോ, ത്രൂ അവർ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങളുടെ പേരിൽ നിങ്ങൾ പറയുന്ന ഈവൻ ബോക്സ് വരെ അവർ ആ രീതിയിൽ ചെയ്തു തരും. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ പറയുന്നത്, ടോട്ടൽ. ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ആളുകളൊന്നും ഒരു ബോധേടല്ല. ചില ആളുകൾക്ക് എന്ത് മതി, ജസ്റ്റ് ക്യാമറ മതി, 360 അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ളവർക്കൊക്കെ പോവാം. പക്ഷെ അതിലും നിങ്ങൾ ആ ഒരു ക്വാളിറ്റി നോക്ക്. കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളാണ് അത് അന്വേഷിച്ചിട്ട് അത് ജെനുവിൻ ആണോ ഓക്കെ ആണോ എന്നുള്ളത് നോക്കി നിങ്ങളാണ് വാങ്ങേണ്ടത്. ഓക്കെ.
ഓഡിയോ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഈ ഒരു ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഓഡിയോ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് വളരെ ചീപ്പായിട്ട്. അതിൽ ഏത് പ്രൊഡക്റ്റ് മോസ്ഫിറ്റുകളാണ് ചെയ്യുന്നത്, അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എത്രത്തോളം ഡിസ്ട്രോഷൻ തരുന്നുണ്ട്, എന്താണ് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യില്ല. ഒരുപാട് കമ്പനികൾ അവരുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിമോട് കൂടി അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹ്യൂജ് ലെവൽ ഓഫ് സ്ക്രീനുകളും അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ സോഫ്റ്റ്വെയർ ബഗുകൾ ഉണ്ട്. ഇപ്പൊ ഈവൻ ഒരു ഐഫോൺ ഉപയോഗിക്കുന്നവരാകട്ടെ സാംസങ് ഉപയോഗിക്കുന്നവരാകട്ടെ ഓരോ അപ്ഡേഷനിലും ഓരോ സോഫ്റ്റ്വെയർ ബഗുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ അത് നമ്മൾ ഫീൽ ചെയ്യേണ്ടി വരും. പക്ഷെ പയനിയർ, സോണി, ഈ പറയുന്ന ബ്രാൻഡുകളൊന്നും സ്വന്തം ഓഎസുകളാണ്. അതൊക്കെ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ അല്ലെങ്കിൽ ലിനക്സ് ഓഎസുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലും ഒരുപാട് ബഗുകൾ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുകളിലൊക്കെ പിന്നെ കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഈ ഒരു സ്ക്രീനിന്റെ കാര്യമാണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എത്രത്തോളം ഇതിന്റെ പ്രീ ഔട്ട് തരുന്നുണ്ട്, എത്രയും ഡിസ്ട്രോഷൻ ലെവൽ, എത്രത്തോളം ക്ലീൻ ആണ്, എത്രത്തോളം ഫ്രീക്വൻസികൾ തരുന്നുണ്ട് എന്നുള്ള ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു DM ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അഗൈൻ പുതിയ വീഡിയോകളും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും.